ആഹാ, ഗോളിന്റെ തൃശൂർ പൂരം. റോഡിലിറങ്ങിയ പോലീസ് തല്ലുവല്ലോ. സോർദാർ വീണ്ടും ഗോൾ അടിച്ചല്ലോ. അടികൈ. എന്നാ സാറേ, സാറും ടെന്നീസ് കളിക്കാൻ വരുന്നുണ്ട്? അതെ ഹണി, നമ്പർ 9 ശേഷം 11 അല്ല. നീ ഇപ്പൊ കളിക്കുന്നില്ലേ, അത് ഫുട്ബോൾ ആണ്, അല്ലാതെ ടെന്നീസ് അല്ല. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഫുട്ബോളാണ് കളിക്കുന്നതെന്ന്. സാറും ഞങ്ങളുടെ കൂടെ കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി പറഞ്ഞത്. ഇനി നീ കണ്ടോ ഞാൻ എങ്ങനെ ഗോൾ അടിക്കാൻ പോകുന്നു എന്ന്. അയ്യോ, ഇതെന്താ? കന്നാ സാറേ, എന്റെ അയൽവക്കത്തുള്ള ചേട്ടന്റെ പേരാണ് വേണു. ആരെങ്കിലും സഹായിക്കണം, എന്റെ വെല്ലിച്ചതാ വീണു. വലിയ ഉപകാരമുണ്ട് മക്കളെ. ലോകത്തിലെ മഹാനായ ഒരു സയന്റിസ്റ്റിനാ നിങ്ങൾ തള്ളിയിട്ടത്. കുറച്ചു മുമ്പ് ഇദ്ദേഹം കന്നാ സാറിന്റെ വെല്ലിച്ചനായിരുന്നു. ആദ്യം നീ ഡിസൈഡ് ചെയ്യ്, ഇദ്ദേഹം ഈ നാട്ടിലെ വലിയ സയന്റിസ്റ്റ് ആണോ അതോ കന്നാ സാറിന്റെ വെല്ലിച്ചനാണോ എന്ന്. എടാ ഹണി, ഞാൻ നിനക്ക് എന്റെ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാരും വാ, അകത്തേക്ക് വാ. എനിക്ക് ഫുട്ബോൾ കളിച്ചതിന് ശേഷം വല്ലാതെ വിശക്കുന്നുണ്ട്. ഞാൻ എന്റെ ഈ വിശിഷ്ടമായ ആപ്പിളിലാണ് പരീക്ഷണം നടത്തിയത്. ഇനി അടുത്ത 24 മണിക്കൂർ നിങ്ങൾക്ക് വിശപ്പേ ഉണ്ടാകില്ല. ആഹാ, ആപ്പിളോ? ഇത് ഞാൻ തന്നെ കഴിക്കും. ഇന്ന് ഇനിയിപ്പോ പോപ്പട്ടിന് കുളിക്കേണ്ട ആവശ്യം വരില്ല. വലിയച്ഛ, ആപ്പിളിന്റെ ഒപ്പം ഒരു അമ്പറിലൂടെ തരായിരുന്നില്ലേ? ദാ പിടിച്ചോ എന്റെ കുട കൊണ്ടുള്ള പുതിയ കണ്ടുപിടുത്തം. ഒരു മിനിറ്റ്. വേണ്ട, ഇതിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. തിരിച്ചു വെച്ചേക്കാം. പോകുന്നില്ല. സോർദാർ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഹണി. ഞാൻ സ്റ്റാർ ആണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെന്ന് വിചാരിച്ച് നീ എന്തിനാ സോർദാർ എന്നെ കോപ്പി ചെയ്യുന്നത്? അല്ല, സോർദാറിന് എന്ത് പറ്റി? അത് പിന്നെ ഈ ഗുളികയും എന്റെ കണ്ടുപിടുത്തമായിരുന്നു. ഇത് കഴിച്ചതിന് ശേഷം നീ ആരെ പോയി തൊട്ടാലും പിന്നെ നീ അവരെ പോലെയാകും. അയ്യോ, അപ്പൊ സോർദാർ ഹണിയായോ? അപ്പൊ ഇനി എല്ലാ ആഴ്ചയും തലവേദനയ്ക്ക് കഴിക്കുന്ന ഗുളി 5 എണ്ണത്തിന് പകരം 10 എണ്ണം വാങ്ങേണ്ടി വരുമല്ലോ. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ ആരെയാണോ തൊടുന്നത് അവർക്ക് കുറച്ചു നേരത്തേക്ക് മാത്രമേ പ്രശ്നമുണ്ടാകൂ. ഹൈ ഹൈ ഹൈ. ആപ്പിൾ 1 എന്നെ എല്ലാരും ഫൂളാക്കി. ദേ വെല്ലിച്ചന്റെ ഗുളിക ഇപ്പൊ എന്നെ ഗന്നയാക്കി. ഡാൻസ് കളിച്ചാൽ അതിനോടൊപ്പം തന്നെ ഞാൻ പാടുകയും ചെയ്യും. ഇങ്ങനെ പോയാൽ ഞാനിപ്പോ ഇവിടെ നിന്ന് ഓടുകയും ചെയ്യും. അടികൈ. ആശ്വാസം. മരം കയറി നടന്നൊരു കുരങ്ങച്ചൻ, മരത്തിന്റെ അടുത്തൊരു മുയലച്ചൻ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. അല്ല, നീ ആരാ? ഞാനും കള്ളൻ തന്നെയാണ്. കള്ളന്റെ നായനിയൻ. നായാനീനല്ല, ഇളയാനീനാണ്. പക്ഷെ ഞാൻ ജർമ്മൻ ഷെപ്പേഡിന്റെ ഫാമിലിപ്പെട്ടതാ. എന്നാൽ ആ ഷെപ്പേഡിനോട് പറഞ്ഞേക്ക് ജർമ്മനി തിരിച്ചു പോരുമ്പോ കുറച്ച് ബിസ്ക്കറ്റ് മോഷ്ടിച്ചോണ്ട് പോരാൻ. സൈക്കിൾ നിർത്ത്, ഇടം നിർത്ത്. നിന്റെ കയ്യിൽ എന്തോ ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാ പിന്നെ സൈക്കിൾ അങ്ങ് നിർത്തിയേക്കാം.
ഹനീഷ്, ഈ സൈക്കിൾ കള്ളനെ വെറുതെ വിടരുത്. ഇവൻ എന്നെ എവിടെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. നീ എന്താ കളിയാക്കാണോ? നീ കാരണം ഞാൻ ഓടി ഓടി എന്റെ 2 കിലോ തന്നെ കുറഞ്ഞിരിക്കുകയാണ്. വാടാ. അയ്യോ എന്നെ അവൻ പറ്റിച്ചു. ആരാ പറഞ്ഞത് നായ നന്ദിയുള്ള മൃഗമാണെന്ന്? വാ, അകത്തേക്ക് പോകാം. എനിക്ക് പഴയതുപോലെ ആകാനുള്ള ഗുളിക വലിച്ചിട്ട് തരാൻ പറയാം. വലിയച്ഛ സോർദാറിനെ പഴയതുപോലെ ആക്കാൻ എന്തെങ്കിലും ഗുളിക കൊടുക്കാമോ? ഒരു മിനിറ്റ്, ദാ പിടിച്ചോ. ഓ, ഈ സ്ഥലത്തുള്ള താമര കഴിച്ചാൽ സോർദാർ പഴയ രൂപത്തിലാകും. അതെ, കുറച്ച് കൂടുതൽ ദൂരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഷോർട്ട് കട്ട് പറയാം. 25 നദികളും 25 വലിയ മലകളും പിന്നെ ഒരു 25 തോടുകളും കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തും. ഇന്ന് തിങ്കൾ, നാളെ ചൊവ്വ, മറ്റന്നാൾ ബുധനാണ്. നമ്മൾ ശ്രദ്ധിച്ചു പോണ, കാരണം ഇത് കാടാണ്. അയ്യോ, എന്റെ ഏരിയയിൽ ട്രക്ക് പാസിംഗോ. അയ്യോ, അയ്യോ, രക്ഷിക്കണേ. അല്ല, ഞാനെന്തിനാ ഓടുന്നത്? ഞാനും പുള്ളിപ്പുടിയല്ലേ? അയ്യോ നിങ്ങൾ റെയ്നോ റാണ സിംഗിന്റെ അടുത്തേക്കാണോ പോകുന്നത്? അയ്യോ, എന്നെ പറ്റി അങ്ങനെ അടുത്ത് കംപ്ലൈന്റ് ഒന്നും പോയി പറഞ്ഞേക്കല്ലേ. വലിയ അപകടകാരിയാ. അല്ല, ഈ പുള്ളി പുലി പോലും പേടിക്കുന്ന റൈനോ റാണ സിംഗ് ആരാണ്? ഞാനിനി പഴയതുപോലെ ആകും. ഇത് റാണാ സിംഗിന്റെ സ്ഥലമാണ്. വേഗം വെക്കോ, ഇല്ലെങ്കിൽ പൊക്കിയെടുത്ത് ചാർജിനിട്ടുള്ള ഞാൻ ട്യൂപ്പിന്റെ കുത്തി ചാർജ് ചെയ്താൻ വെക്കോ. റാണാ സാറേ, ഞാൻ ഹണിയാണ്. ഇത് ബണ്ണി, ഇത് പോപ്പട്ട്, ഇത് സോർദാർ. സിയോമി ഹണി, സിയോമി പോപ്പട്ട്, റെഡ്മി നോട്ട് 7. സ്മാർട്ട് ഫോണിനേക്കാളും കൂടുതൽ ഫീച്ചർ ഉണ്ട് ഇവന്. ഈ താമരക്കുളം നിങ്ങളൊക്കെ മറന്നേക്ക്. ഇതിപ്പോ എന്റെ കയ്യിലാണുള്ളത്. ഞാനല്ലാതെ മറ്റാരും ഇതൊന്നും തൊടുക പോലും ചെയ്യില്ല. ഒരുത്തരം ഇവിടുന്ന് ഒരു താമര പോലും ഞാൻ തരില്ല. വേഗം ഇവിടുന്ന് സ്ഥലം കാലിയൊക്കെ നോക്കാം. സാർ പ്ലീസ് സാർ, ദയവ് ചെയ്ത് എനിക്കൊരു താമര തരണം പ്ലീസ്. കാറ് കഴുകാൻ ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല. ഇവന്റെ മുമ്പിൽ വാക്കുകൾ വില പോവില്ല. അടിയവനെ. ഇനിയും വേണോ നിങ്ങൾക്ക് എന്റെ ഈ നടി? ഇപ്പൊ കാണിച്ചു തരാം. എന്നെ തള്ളുന്നോടാ നിന്നെ ഞാൻ. കാലമാറിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്ക്. ഹണി, നോക്കി നിൽക്കാതെ വേഗം വന്ന് കടിക്ക്. ഇതാ ഇവനെ പിടിച്ച് കടിക്കടാ കഴുതേ. നീ എന്റെ കൂട്ടുകാരെ തല്ലിയല്ലേ? ഞാൻ വെറുതെ വിടില്ല. ഇനി നീയാണ് എന്നെ തല്ലാൻ വരുന്നേ. എന്നെ ഒന്ന് തൊട്ടു നോക്ക് നീ. അത് തന്നെയാണ് എന്റെ ആവശ്യവും.
കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് നീ താമര കഴിക്കേ. ഇനി എന്നെ ഒന്ന് തൊട്ട് നോക്കിയേ. ഇനി വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അല്ല, എന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? ഞാൻ തമാശ കാണിച്ചതാണ്. അതുവഴി ചിരിച്ചാൽ എല്ലാ ടെൻഷനും മാറിക്കിട്ടും.